ദേവരാജൻ എടുക്കാനാണ് ദേവരാജ പ്രതാപം പറഞ്ഞു. ദേവരാജന്റെ കാലാരാ പിടിച്ച് ഞാനെന്നെ നീന്താൻ പോയതാ. ലാൻഡ് ചെയ്തൊന്ന് മല. കയ്യില് വെച്ച ഫുള്ള് പോകൂടാ. ടോബിന്റെ ഉമ്മരൻ കഥയാണ്. പക്ഷെ അവൾക്ക് അത്രയും സർപ്രൈസ് തരാനുള്ള ഒരു ബോധം ഇവരില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല അങ്ങനത്തെ ആളെ അല്ല. അങ്ങനെ എന്താ കട്ടേണ്ടേ? അത് കട്ട് ചെയ്ത് കട്ടൊന്നുമില്ല. അപ്പൊ നമ്മള് പോയി അവിടെ വെച്ച് അവിടെ നിക്കണമല്ലോ. അതല്ല അതിന്റെ ഒരു ഭംഗി. അവള് പറഞ്ഞ നല്ല വെയിറ്റ് ഉണ്ടെന്നാ. എന്ത് ലൈൻ ലൈൻ ഓ ലൈന് ഞാൻ ലഗേജിന് വെയിറ്റ് ഉണ്ടെന്ന്. ചാർട്ട് പേപ്പർ അടിച്ചിട്ട് എഴുതിയല്ലോ. 8 മണിക്ക് ആരാ കട തുറന്ന് വെച്ചേക്കണ നിന്റെ? നീ അങ്ങടേക്ക് ഇരിക്കുക. മറ്റേ ഇവനെയൊക്കെ കട അറിയാന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നണില്ല. തുറക്കത്തില്ല. പക്ഷെ ഇപ്പൊ ഇവന് തോന്നുന്നുണ്ട് ടോബി ഉണ്ടെന്ന്. അപ്പൊ നിങ്ങൾ ഇവന്റെ വാക്ക് കേൾക്കുന്നുണ്ടോ? 2 കൊല്ലത്തിന് ശേഷം മറ്റേ വീഡിയോ ഇവിടെ ലിങ്ക് ചെയ്യാ. ഇതാണ് കുറഞ്ഞിട്ട് കേരളത്തിൽ കാടുതീയെ പറ്റി 2 വാക്ക്. നീ എന്താ ഇതിൽ കരിഞ്ഞിട്ടാണോ വന്നത്? കല്യാണല്ലേ? പൈസയൊക്കെ പോട്ടെ, പവർ വരട്ടെ. പൈസ എല്ലാം പോയി, പവറും തീർന്നു. ടോബി തരണോ? ജോബിന് എടുക്കുന്നത്. ജോബി പറയണ ടോബി സർപ്രൈസ് ആയിട്ട് വരുന്ന വെറുതെ അല്ല. ശരി, ജോ അവിടെ നോക്കട്ടെ. ജോ ഇപ്പൊ തന്നെ മറ്റേ വിസയൊക്കെ റെഡിയാക്കാൻ പോകുന്നു. 2 ദിവസത്തേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് അയച്ചില്ല. ടോബി കൂടി ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായി. ലൈറ്റ് ഉണ്ട് കണ്ട മുഖത്ത്. എന്താന്നറിയാ എന്റെ പൊന്ന് സിംസൺസിന് വയറാ. എന്താണ് ഇതാണ് പറഞ്ഞ ഇട്ടുനോക്കെ അത് ഇപ്പോഴും ഫിറ്റ് ആവുന്നത് നോക്കാൻ. കൊഴപ്പില്ല. വേഗം പോയി 2 മഞ്ഞ ഷർട്ട് മേടിച്ചിട്ടു. ഇല്ല ജോ, ഇതിപ്പോ ചുരിദാർ പോലെ ഇരിക്കുന്നുണ്ട്. ഇല്ല ഇത് പോരാ ജോ, ഇതിപ്പോ നൈറ്റ്. നീ എന്റെ കുർത്തി എടുത്തിട്ട പോലെ. ഹലോ ഹലോ, പറയടി. ഹൽദിക്കള നീ എടുത്തോ. നീ വീട്ടിൽ ഇന്ന് സ്റ്റേ അല്ലേ? എടുത്തോ.
ഈ പിങ്കും ഗ്രീനും കൊള്ളാം, പിന്നെ മറ്റേ പേർപ്പിൾ ഈ കളറും കൊള്ളാം. നമ്മളിപ്പോ ലഡും ജിലേബിയും മേടിക്കാൻ പോണേ. ലഡു ലിലീഫിയും. നമ്മളെന്തിനാ പോണേ? നമ്മൾ പോകുന്നത് നാളെ അബിയുടെ ഹെൽത്തിയാണ്. അപ്പം നമ്മൾ അതിന് പ്രിപ്പയർ എല്ലാം DIY എല്ലാം DIY ആണ്. സോ വി ആർ ഡൂയിങ് എവറിഥിങ്. സോ വി ഗോണ ഗോ പ്രെപ്പ്. പക്ഷെ ഇതിന്റെ ഇടയിൽ ക്ലിയർലി ഇറ്റ്സ് ബീൻ 2 weeks. Bro, what is happening? അബിയുടെ മെഹന്തി ഇതിൻ്റെ ഇടയിൽ we are planning a surprise bachelor party that he doesn't know. Like he knows we're going to stay somewhere but he doesn't know there is a party. So അതും ഇതിൻ്റെ ഇടയിൽ പ്ലാൻ ചെയ്യാൻ വയ്യാണ്ടായി. ഒരു സർപ്രൈസ്, പക്ഷെ മറ്റേ കാര്യം അവനറിയാം. അപ്പൊ ഏതൊക്കെ കാര്യം ആർക്കൊക്കെ He knows that we don't know that he knows that we know. Nice. കാണാൻ പറ്റിയല്ല. ഹൽദിയിലെ അമ്മു സബീസ്. ഓ നൈസ്. ഇതെന്തിനാ പറയാ ഈ പ്രിന്റിനെ? ഇത് ഫോം ബോർഡ്, 3x2 ഫോം ബോർഡ്. ഇനി അതിൽ കയറുന്നുള്ളതാണ് എന്റെ ഡൗട്ട്. 3x2 പറ്റുമെന്ന് പറഞ്ഞു, 2x2 പറ്റും, 3x2 പറ്റുന്ന മോനെന്ന് പറഞ്ഞു. സ്വന്തം ഹെൽത്തിക്ക് പോകുമ്പോഴൊക്കെ സ്വന്തം നെഞ്ചത്ത് വെച്ചിട്ട് കാറിൽ ഡ്രീം ക്യാച്ചറും ഈ സാധനം പൂജയ്ക്ക് പോണ കാര്യമുണ്ട്. വാഴയില് മിക്കാറ് ബാക്കി എടുക്ക്. ഇനിയുണ്ട്, കുടങ്ങളുണ്ട്. ഇത് എത്ര നേരം വെക്കണെങ്കിലേ? ഒരു 8 മണി വരെ വെച്ചോളാന്നാ പറഞ്ഞത്. രാത്രിയാ? അത് അപ്പുറത്ത് തന്നെ താഴെ ബാക്കിലായിട്ട് കുത്തണം. കുഴപ്പമില്ല, അത് പൊന്തിരുന്നോളൂല്ലോ. അത് പ്രശ്നമില്ല. ഇങ്ങനെ ഇരുന്നാ പോരെ, മുട്ടി നിൽക്കും. പോകുന്നില്ലല്ലോ മുകളിലോട്ട്. See, that is not the same height. അത് പൊന്തി തന്നെ ഇരിക്കണേ. അല്ല കുഴപ്പമില്ല. ആ എടാ, നിന്റെ സാധനം ഫ്രണ്ടിലേക്ക് ഉണ്ടോ? അല്ല അത് അനക്കണ്ട, നീ നിന്റെ ഫ്രണ്ടിലേക്ക് ഉണ്ടെന്നാ മതി. ആ ഇത് മതിടാ, ഇപ്പൊ ഓക്കെയാണ്. നീ ഇവിടെ നിന്ന് ക്യാമറയിൽ നോക്കുമ്പോ കുഴപ്പമില്ല. എന്നൊരു കാര്യം ചെയ്യും, ആ സോഫയില് കവർ ഇടിക്കാം. അല്ല അത് കുഴപ്പമില്ല, അത് പായ അവിടെ വന്നിരുമ്പോ അത് തട്ടി നേരം നിന്നോളൂ. അങ്ങടേക്ക് പോകാൻ പറ്റില്ല. അത് വിട്ടേക്ക്, അടുത്തത് എടുക്കും. ഇതാണ് തെയ്യം. പറഞ്ഞത് എല്ലാരും മധുരം തന്നെയിലേക്ക്. പിന്നെ അതാണ് ഈ മഞ്ഞ. ഇല്ല, അല്ലെങ്കിൽ ഞാൻ പഠിച്ചതിന്റെ ഇതാണോ ലെയർ ഇടാനുള്ളത്? ബാക്കി ഇട്ടാനുള്ളൂ. അത് തുണി. അയ്യോ നോക്കി. ഹാപ്പി ബാച്ചുലർ. ഇതൊക്കെ എങ്ങനെ
കങ്കുണ്ട്. ഓ ഓ ഫുള്ള് ബ്ലാക്ക് ആയാലോ. വാച്ചൊക്കെ എന്റെ വാച്ച് തന്നെയാണല്ലോ. ഇതെങ്ങനെ പിണ്ടാക്കി? അല്ല ഏറ്റവും വിറ്റ് ഞാൻ എനിക്ക് വാഹനത്തിന്റെ സാധനം അതിന്റെ ബാക്കിൽ നിൽക്കണ ആൾക്കാരാരാ അതിന്റെ ബാക്കില് സിനിമയിലൊന്നുമില്ലാത്ത ആൾക്കാരാണ്. അവര് ഞാനാ നിന്റെ ചെറുപ്പക്കാരെന്നുണ്ട്. അതിന് വാരണ സിനിമയിലുണ്ടല്ലോ. നിന്റെ മുഖം വെച്ചിട്ട് അവര് ഇത് ചെയ്തതാണ്. റെട്രോ ഉണ്ടാ സിംഗത്തിന്റെ വിറ്റായി. അമ്പോ എല്ലാരും നിക്കോ എല്ലാരും നിക്കോ ഇത് കണ്ടിട്ട് അവനല്ല വെച്ച ഈ പോസ്റ്റേഴ്സ് എല്ലാം വേണം. ബെഡ്റൂമിന്റെ മേളിൽ ഫ്രെയിം ചെയ്ത് വെക്കും. ഐ ലവ് അമ്മു പ്രത്യേകിച്ച് ഒരു സമ്മാനപ്പൊതി ഇരിക്കട്ടെ. ഒരു ഗ്രൂം ടിബിയൊക്കെ അല്ലേ ചേട്ടാ. ഇവന്റെ കല്യാണം ഉണ്ടോ ഞായറാഴ്ച? അതിന്റെ പരിപാടി. കുളിക്കണ സോപ്പ് അല്ല മീൻ ഇനിയും കുളിക്കുക. സ്വിമ്മിംഗ് പൂളിൽ ചാടാറ്. ഇത് ബാത്റൂമിൽ പോകുമ്പോ വെക്കാൻ. ഓ അവക്ക് വാനില ഇഷ്ടമാ. അതല്ല അതെന്താ അങ്ങനെ ഒരു ഡോഗ്? അതല്ല അവക്ക് വാനില ഫ്ലേവർ. എന്റെ മോനെ തീർന്നു അച്ഛൻ. ഇത് അച്ഛൻ കൊണ്ടു. ഇത് നിന്റെ ഞാൻ കൊടുക്കൂല. ഓ നൈസ്. ദൈവം ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഓൾറെഡി നമുക്ക് മൊത്തം പിന്നെന്താ ലൈഫില് മനസ്സിലടാ. അതെ ഇതെല്ലാ കൊല്ലവും തരുമൊന്നുമില്ല, ഞങ്ങള് പേടിക്കണ്ട. ഇതെന്താ? ഇത് പിന്നെ ഒരു സോക്സ് ഓ ഓക്കെ. കുറച്ച് ആവശ്യം പരിപാടിക്കണം. പരിപാടിക്കിടാം. ആ പരിപാടിക്കണേ. ഇതിന് റിസപ്ഷൻ കുളിക്കല്ലേ. ഇത് ഞാൻ പൊതിഞ്ഞല്ല, പക്ഷെ കീറിക്കോ കുഴപ്പമില്ല. ഇത് പെർഫ്യൂമാ? അത് നോക്കേ. Can't you see it? Can't you see what's on it? Can I see it? വായിക്കാൻ പറ്റുന്നുണ്ടോ? അതെ എൻക്രീവ് ചെയ്ത് വെച്ചാണത്. ഇതിന്റെ വെഡിങ്ങിന് ഇടാം, എല്ലാ ആനിവേഴ്സറിക്കും ഇടാം, എപ്പോഴെപ്പോഴും ഇടണ്ട. So it will be like a memory for you. കൊള്ളാം. ഇഷ്ടേ? ഇനി പൊളിച്ചാടാം. പാട്ടൊക്കെ എന്റെ അമ്മ പൊളി. അവ നോക്കരുത്. തിരിയല്ലേ 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 ശരിയല്ലേ? വെയിറ്റ് വെയിറ്റ് ജോർജ് വാ. ജോർജിന് മൊത്തം മഞ്ഞു ജോലി. എടാ വേറെ എന്റെ പൊട്ടി. വേറെ നിക്കണ പോർക്കെ ഇനിയുണ്ടോ? നീ അങ്ങനെ പോലെ ഇങ്ങനെ ഒരു 2,000 years later.
ഞാൻ ട്രാൻസ്ഫർ ആയി പോയി നിങ്ങൾ എല്ലാവരും അബിയുടെ സൈഡിലേക്ക്. അല്ല ഇന്ദ്രി അടിച്ചു തലയിൽ. എന്റെ തലയിൽ ഇന്ദ്രിയായി. അയ്യോ ഞാൻ കറക്റ്റ് ഞാൻ സുന്ദരൻ ഞാൻ. അതേപോലെ ചിരിക്കും. എന്താണ് കൈ പിടിച്ചൊക്കെ പോണു. നിങ്ങക്ക് പേഴ്സണല്ലോ. നോ വേ. ഞങ്ങള് സമ്മതിക്കൂല. ഹലോ, വെൽക്കം ടു അബീസ് ആൻഡ് അമ്മൂസ് ഹൽദി ഓർ മഞ്ഞൾ. ഹൽദി ഡെക്കറേഷൻസ് ചെയ്ത് കൊടുക്കപ്പെടും. തലേ ദിവസം എന്ന് പറഞ്ഞാലും അന്ന് രാവിലെ പറഞ്ഞാലും എല്ലാം സെറ്റാക്കി കൊടുക്കുന്നതായിരുന്നു. കൊല്ലല്ലേ. പക്ഷെ ഇവനെന്ത്, ഞാൻ ലൈറ്റിന്റെ ഭംഗി പറഞ്ഞ് എടുത്തതാ. ഇങ്ങനെ എത്തിക്കട്ടോ. Why are you gay? Sambhavami, you gay. ഇത് കടുങ്ങട്ടല്ലേ. എവിടെയെങ്കിലും കെട്ടാൻ നേരത്ത് നീ ചെയ്തോ ശരിക്കും എന്ത് Just number. ഫുഡ് മുഖ്യം. ശരി ശരി ഒക്കെ വ്ളോഗിൽ വരും. തന്നെ ക്യാൻസൽ. അതേ ഉള്ളു എന്റെ വ്ളോഗില്. എന്തോരം കട്ട് ചെയ്ത് കളയണമെന്ന്. ഫോട്ടോ എടുത്തൊരു ചാർലി സുഖോടൊക്കെ. എന്ത് തോന്നുന്നു കല്യാണത്തേക്കാൻ? സൂപ്പർ അല്ലേ? സൂപ്പർ എക്സൈറ്റഡ്. കെട്ടാനൊക്കെ നല്ല പഠിച്ചിട്ടുണ്ട്. ആ മൂക്ക് ശരിയാക്കിയല്ല. അതാ ചേച്ചി ചെയ്തൊന്നു കുറച്ച്. ആ ചേച്ചി ചീത്ത പറഞ്ഞു തന്നെ ഫേഷ്യൽ ചെയ്തിന്. എന്തിനാ ഫേഷ്യൽ ചെയ്ത്? ഞാൻ കരയോ കിട്ടുമ്പോ? ഏയ് അയ്യേ കരയണ്ടേ. എന്തിനാ? അതിൽ തൊട്ട് വന്നിരിക്കാനല്ലേ അത് ബാക്കിലേക്കല്ലേ? ചാണ്ട് നീ സ്ലാൻഡ് ചെയ്യണോ? ഇതെന്തോ സംഭവിച്ചത്. കളിക്കാനുള്ള റെക്കോർഡ് ഇത് പിടിക്കണം. കളിക്കാൻ നേരത്ത് ഞാൻ ഷോ എടുത്ത് വിടാന്ന് കെട്ടു. കളിക്കാൻ നേരത്ത് ഇത് ഇങ്ങനെ കെട്ടിയാ പോയി. ഇടാൻ പറ്റില്ല. ഊരി കളിക്കില്ല ഞാൻ. എനിക്ക് കൈ എടുക്കാൻ പറ്റുമോ? എനിക്കത് മാത്രം നോക്കിയാൽ മതി.
മറ്റേത് Is it weird with this dress? ഇത്രയൊക്കെ മതി പോവാം ഞാൻ വണ്ടി എടുക്കാണ് ലേറ്റ് പൂജ perfume വാങ്ങിക്കണം. പൂജ toilet. ആ അത് അറിയാം. പക്ഷെ എന്റെ ബോഡിയില് സെന്റ് ലാസ്റ്റ് ചെയ്യണത് കുറവാണ്. മുടി ഞാൻ പെട്ടെന്ന് വേർക്കണോണ്ടായിരിക്കും. ഹൽദിക്ക് വന്ന ടൈമില് ഹൽദിയുടെയും ഈ സംഗീതം ഞാൻ ഹൽദിക്ക് വന്നിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് പോവാന്നുള്ള പ്ലാനിലാണ് വന്നത്. അപ്പോഴാണ് മറ്റേ ഹോസ്പിറ്റൽ കേസ് വന്നത്. അപ്പൊ ഈ ഹൽദിക്കും സംഗീതനും കൊണ്ടുവന്ന ഡ്രസ്സ് ഞാൻ എന്നിട്ട് തിരിച്ചു കൊണ്ടുപോയിട്ട് ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് പുറത്ത് വെച്ചു. അപ്പൊ ഇതിന് വലിയ പാന്റാണല്ലോ, വലിയ പാന്റും അതിന്റെ കോട്ടും ഉണ്ട്. അപ്പൊ ഞാൻ അതുപോലെ എടുത്ത പോലെ തന്നെ ഞാൻ തിരിച്ച് ഈ സാധനം എടുത്ത് ബാഗിൽ വെച്ച്. അപ്പൊ ഇതിന്റെ വെയിറ്റ് ആണ് ഞാൻ വിചാരിച്ചത് ഇതിന്റെ ഉള്ളില് ടോപ്പ് ഉണ്ടെന്ന്. നമ്മളാരും ടോപ്പ് മാത്രമായിട്ട് അവിടെ വെച്ചിട്ട് പോരില്ല, അങ്ങനെ ചിന്തിക്കാണല്ലോ. താൻ വെക്കും. പക്ഷെ അപ്പൊ ഞാൻ എന്ന് വെച്ച് അപ്പൊ മനസ്സിലായി അങ്ങനെ സംഭവിക്കാന്ന്. അപ്പൊ ഇനി എല്ലാവരും ഡ്രസ് എടുക്കാൻ നേരത്ത് എല്ലാവരും ചെയ്യേണ്ടത് എല്ലാം ഞാൻ നിങ്ങളോടൊക്കെ ഒരു വാണിംഗ് തന്നു. എനിക്കങ്ങനെ സംഭവിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും എല്ലാ പാർട്ടും ഡ്രസ്സിന്റെ ഉണ്ടോന്ന് രണ്ടാമത് ചെക്ക് ചെയ്ത് ബാഗിൽ വെക്കുക. എന്തോ ഭാഗ്യത്തിന് എനിക്ക് പാകമായിട്ടുള്ള ഒരു ഡ്രസ് ഉണ്ടായിരുന്നോണ്ട് കിട്ടി. ശുഭദിനം, സുഖദിനം. അല്ല എല്ലാരും അങ്ങോട്ട് സംസാരിക്കണ്ട. അത് കാരണം ഇവന്റെ ഒരു തോള് നീ കിടന്ന് ഫുള്ള് അതല്ല എന്ത് പറഞ്ഞു